ഇനിയിപ്പോൾ നാളെ രാഹുൽ നിലപാട് മാറ്റിയാൽ മാർക്സിസ്റ്റ് പാർട്ടി ചിലപ്പോൾ അദ്ദേഹത്തിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നും അതും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത്രയും എവിഡൻസ് ഉണ്ടെന്നൊക്കെ വീമ്പടിച്ചിട്ട് ഇപ്പം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞ 2 ആഴ്ച കാലം. അത് സർക്കാരിൻ്റെ കഴിവുകേട്. ഞങ്ങൾക്ക് ഇതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ സർക്കാരോ പോലീസ് എന്താ വെച്ചാൽ ചെയ്യട്ടെ. അതാണ് പാർട്ടി നിലപാട്. കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് UDF നല്ല ചാൻസ് 2ാം ഘട്ടത്തിൽ ഇലക്ഷൻ നടക്കുന്ന ജില്ലകളിലും ഉണ്ടാവും. മലബാറിൽ പ്രത്യേകിച്ച് ഒരു മുന്നേറ്റം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് UDF അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിലെ 3 കോർപ്പറേഷൻ ഉൾപ്പെടെ UDF വിജയിക്കുന്നതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ അവകാശവാദം നേരത്തെ ഉന്നയിച്ചു. കണക്കുകളൊക്കെ കൂട്ടി നോക്കിയപ്പോൾ അതേ അവകാശവാദം ഇപ്പോഴും ഉണ്ടോ? തീർച്ചയായിട്ടും ചിലപ്പോൾ 1-2 സീറ്റുകൾ ഞങ്ങളുടെ ചില എന്താ പറയേണ്ടത് ഒരു ഉറച്ച സീറ്റുകളായി കണക്കാക്കിയിരുന്ന 1-2 സീറ്റുകൾ ചിലപ്പോൾ മാറ്റം വരാം. പക്ഷേ അതിന് പകരം പ്രതീക്ഷിക്കാത്ത സീറ്റുകൾ ലഭിക്കുകയും ചെയ്യാം. മേയർ കാൻഡിഡേറ്റ് 101% ജയിച്ചിരിക്കും. ഒരു കളിയുടെ ആവശ്യമില്ല. മര്യാദയ്ക്ക് ലൈറ്റ് കത്തും, ഞങ്ങൾ ജയിക്കും. ഏതാ അല്ല, അത് നമ്മുടെ തലസ്ഥാനത്ത് കുറേ കാലങ്ങളായി തിരഞ്ഞെടുപ്പിൽ ഒരു എന്താ പറയേണ്ടത് മറ്റ് ജില്ലകളിൽ ഉണ്ടാകുന്നൊരു ട്രെൻഡ് നമുക്ക് ലഭിക്കാറില്ല. ഇപ്പോൾ 2011 ഏറ്റവും കുറഞ്ഞ പോളിംഗ് അന്ന് ഞാൻ മത്സരിച്ച വട്ടിയൂർക്കാവിലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ 16,000 വോട്ടിന് ജയിച്ചു. പല ഘടകങ്ങളും ഉണ്ടാകും. ഒന്ന് ഞാൻ കാലത്ത് പറഞ്ഞല്ലോ, ഈ വോട്ടർ പട്ടിക മൊത്തം കൺഫ്യൂഷനായിരുന്നു. അത് കാര്യമായി തന്നെ പോളിങ്ങിനെ ബാധിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ചിലർക്ക് തന്നെ ഇത്തവണ വോട്ടില്ല. അത് സാധാരണ അങ്ങനെ പതിവുള്ളതല്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തവണ. പിന്നെ ബൂത്ത് മാറിക്കിടക്കുന്നു. ഒരു വീട്ടിൽ 4 വോട്ടുണ്ടെങ്കിൽ 2 വോട്ട് ഒരു ബൂത്തിൽ, 2 വോട്ട് മറ്റ് ബൂത്തിൽ, വേറെ ബൂത്തിൽ മാത്രമല്ല വേറെ പോളിംഗ് സ്റ്റേഷനിൽ. അങ്ങനത്തെ അവസ്ഥ അവർ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ തന്നെ ഇത്തവണ ബൂത്തിലിരുന്ന പ്രവർത്തകർക്ക് നല്ല ജോലിയായിരുന്നു. പലരും വോട്ട് കാണാനില്ല എന്നൊക്കെ പറഞ്ഞു വന്നു. അത് കണ്ടുപിടിക്കേണ്ട ജോലിയും തവണ പ്രവർത്തകർക്ക് സാധാരണ ഇലക്ഷനേക്കാൾ കൂടുതൽ ഈ വോട്ട് കണ്ടുപിടിച്ച് കൊടുക്കേണ്ട ജോലിയായിരുന്നു. അതിൽ ഇലക്ഷൻ കമ്മീഷന് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒന്ന്, അവസാന ദിവസങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ വോട്ട് ചേർക്കാൻ എടുത്ത തീരുമാനം. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും UDF ഈ തെരഞ്ഞെടുപ്പ് നടന്ന 7 ജില്ലകളിലും നല്ല വിജയപ്രതീക്ഷയാണ് ഞങ്ങളുടെ കാൽക്കുലേഷനിൽ ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു ക്ഷീണവും ഇല്ല. പാലക്കാട് മുനിസിപ്പാലിറ്റി തന്നെ ഇത്തവണ UDF നല്ല വിജയപ്രതീക്ഷ വളർത്തുന്നുണ്ട്.